എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് പപ്പായ കണ്ടത്. നല്ല പഴുത്ത പപ്പായ നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഹൽവ ഓർമ്മ വന്നു. എന്നാൽ പിന്നെ ഹൽവ ഉണ്ടാക്കിയാലാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ബാ. ആദ്യം തന്നെ ഞാൻ പഴുത്ത പപ്പായയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പഴുത്ത പപ്പായ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഹൽവയ്ക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ പീസുകളെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടത്. അടുത്തതായി ഞാനിവിടെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 8 സ്പൂണ് കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, കട്ടയൊന്നും പിടിച്ച് പോവരുത്. അപ്പോൾ നല്ല രീതിയിൽ ഫൈനായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കട്ടയൊന്നും പാടില്ല. ഓക്കെ. പാൻ ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പപ്പായ പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കൈ എടുക്കാണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാരയും ഇട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പഞ്ചസാര നമ്മുടെ പപ്പായയായിട്ട് ചേർന്ന് രണ്ടും കൂടെ ചേർന്ന് നല്ലൊരു പേസ്റ്റ് ഫോമിലായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടുത്തതായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറും വാട്ടറും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഒന്നുകൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനേ. ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ഇളക്കി നമ്മൾ യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇടവിട്ട് ഞാനൊരു 7-8 പ്രാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ടീസ്പൂൺ വീതം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹൽവ കിട്ടുന്നത്. ഈ ഒരു നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം. നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഈ സമയത്ത് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അടുത്തതായി 4-5 ഏലക്ക ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. നമ്മുടെ പാനിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഹൽവ വിട്ട് വരുന്നുണ്ട്. കണ്ടോ? ഏറ്റവും അവസാനം നമുക്ക് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ആഡ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ പാനിൽ നിന്നൊക്കെ നമ്മുടെ ഹൽവ വിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ചൂടോടെ തന്നെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നെയ്യിൽ മുക്കിയ സ്പൂൺ എടുത്ത് ഹൽവയുടെ പുറത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ 4 മണിക്കൂറോളം വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെക്കണമെന്നാണെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. അപ്പോൾ 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. നല്ല സെറ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ഹൽവ, പപ്പായ ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, വളരെയേറെ സോഫ്റ്റാണ് നമ്മുടെ ഹൽവ. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, വളരെയേറെ സോഫ്റ്റായിട്ട് ഹൽവ നമുക്കിവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.